ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ വളരെ ചുരുക്കം സിനിമകളിലല്ലേ ഉള്ളൂ അവരുടെ അതിന്റെ ഒരു ലൊക്കേഷൻ കാരണം നമ്മൾ ആ സിനിമകൾ അതെ അതെ, തിന്നാൻ പറ്റുന്ന കായാണോ? ബിൻഷേ, പ്രേമം ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രേമകാലം എങ്ങനെയായിരുന്നു? എന്റെ പ്രേമകാലം ഞാൻ നേരം മൊബൈലൊന്നും ഇല്ലടാ, മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടം അങ്ങനെയല്ല. അതല്ലടാ പോടാ, എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് നമുക്ക് മൊബൈലൊന്നും വാങ്ങി തരില്ലല്ലോ. അന്നേരം ഈ ക്ലാസ്സിലുള്ള പ്രേമം, ക്ലാസ്സില് ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പയ്യന് മാർക്ക് കുറവായിരുന്നു, ഞാൻ കുറച്ച് പഠിക്കുമായിരുന്നു ക്ലാസ്സിൽ. പഠിപ്പും ഉഴപ്പിനും തമ്മിലുള്ള പ്രണയം. അത് നേരം അവന് മാർക്ക് കുറയുമ്പോ അവന് എഴുന്നേറ്റ് നീട്ടുമായിരുന്നു മാർക്ക് കുറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ പോയി കരഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പൊ ഞാൻ പോയിട്ട് എംപോസിഷൻ ഒക്കെ എഴുതി കൊടുക്കുമ്പോ ഞാനും എഴുതി കൊടുക്കുമായിരുന്നു. എന്റെ ദൈവം, അന്നേരം ഫോണൊന്നും ഇല്ലാത്ത കാലത്തില്ലേ പ്രണയം എന്ന് പറയുമ്പോ ഒരു രസമാണ്. അത് പ്രണയമാണ്, ആഴത്തിലുള്ള പ്രണയമാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. ഒരു ക്ലാസ്സിലുണ്ടാവുന്ന ഒരു ക്ലാസിക് പ്രണയം. ഒരു ബെഞ്ചിൽ ഇരിക്കാൻ വിടില്ല, ടീച്ചർമാരെ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഗുരുകുല സമ്പ്രദായ. പിന്നീടല്ലേ, പിന്നെ PG ഒക്കെ പഠിക്കുമ്പോഴല്ലേ നമ്മള് ഒരുമിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങുന്നത്. ഇത് ഡിഗ്രി ഫൈനൽ ഇയർ, പപ്പടം എത്തി, അച്ചാറെത്തി, സലാഡെത്തി, ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നടാ ആ സമയത്ത്. ഇതാ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. അല്ലാതെ കുട്ടിക്കാലത്ത് അങ്ങനെ വീണ്ടും കണ്ടോ പ്രശ്നം. എടാ ഞാൻ നാട്ടിൽ കുറച്ചൊരു എന്താ പറയാ, അങ്ങനെ ആരെയും നോക്കാത്ത അങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു. പിന്നെ വെറുതെ എനിക്കെല്ലാം വെറുതെ ടൈം പാസ് പ്രണയങ്ങളായിരുന്നടാ.